നിങ്ങൾ ചിമ്പാൻസി ബോക്സിംഗ് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാ കണ്ടോ, ഇതാണ് തായ്ലൻഡിലെ ചിമ്പാൻസി ബോക്സിംഗ്. ഇതെല്ലാം ഒരു പുതിയ കാഴ്ച ആയതുകൊണ്ട് തന്നെ ഇത്തിരി എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് ഞങ്ങൾ ഗാലറിയിൽ ഇരിപ്പുറപ്പിച്ചത്. ഗാലറിക്ക് മുകളിലൂടെ കയറിൽ തൂങ്ങി ഇറങ്ങിയായിരുന്നു ടൈറ്റിൽ അനൗൺസ്മെൻ്റ് ഒക്കെ. വെൽ ട്രെയിൻഡായ കുറച്ചധികം ചിമ്പാൻസികളെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയാണ് മെയിൻ ഇടിക്കാരുടെ വരവ്. ഇത് ബ്ലൂ ടീമിൻ്റെ ബോക്സർ. ആളിത്തിരി പരിഷ്കാരിയാണെങ്കിലും കുഞ്ഞു കുഞ്ഞു തമാശകളൊക്കെ ഒപ്പിക്കാനായിട്ട് അത്യാവശ്യത്തിന് ട്രെയിൻഡായിരുന്നു. ഗാലറിയിലിരുന്ന ഒരുപാട് പേരുടെ മുഖത്ത് ചിരി പടർത്താൻ മൂപ്പർക്കായി. ഇതിൻ്റെ എല്ലാ ഇടയിലൂടെ നമ്മളെ ചിരിപ്പിക്കാനായിട്ട് വേറെയും കുറേ കഥാപാത്രങ്ങൾ സ്റ്റേജിൽ വന്നു പോകുന്നുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് റെഡ് ടീമിൻ്റെ ബോക്സറെയാണ്. പുള്ളി മറ്റേ പുള്ളിയെ പോലെയൊന്നല്ല കേട്ടോ, കുറച്ച് സീരിയസ് ഒക്കെയാണ്. അങ്ങനെ കുറച്ച് തമാശകളൊക്കെ കാട്ടിക്കൂട്ടിയതിന് ശേഷം രണ്ടുപേരും ഗോതയിലോട്ടങ്ങ് ഇറങ്ങി. ഈ ഒറിജിനൽ ബോക്സിങ്ങിലൊക്കെ കാണുന്ന പോലെ റൗണ്ട് 1 എന്ന് പറഞ്ഞ ബോർഡും പിടിച്ച് ഒരു പുള്ളിക്കാരി ആദ്യം തന്നെ റിങ്ങിലെത്തി. എന്തിനു പറയണു, ചിയർ ഗേൾസ് വരെ അവിടെ റെഡിയായിരുന്നു. അപ്പോഴേക്കും മണി മുഴങ്ങി, ഇടി തുടങ്ങി. ടീമിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ബ്ലൂ ഗ്ലൗവും റെഡ് ഗ്ലൗവും ഒക്കെ ഇട്ടിട്ടാണ് രണ്ടുപേരും രംഗത്തിറങ്ങിയത്. തുടക്കത്തിലേ നമ്മൾ പറഞ്ഞ ഗൗരവക്കാരനാണ് സ്കോറിംഗ് ഒക്കെ. അങ്ങനെ കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ തല്ലി റെഡ് ടീം ഏകദേശം വിജയം ഉറപ്പിച്ചു. റിങ്ങിന് മേലെ കയറി നിന്ന് കൈ ഉയർത്തിക്കൊണ്ട് റെഡ് അങ്ങനെ സെലിബ്രേഷൻ തുടങ്ങിക്കഴിഞ്ഞായിരുന്നു. ഇനിയാണ് റൗണ്ട് 2. റൗണ്ട് 2 മുമ്പും ഒരു പുള്ളിക്കാരി അവിടെ ബോർഡും പിടിച്ച് വന്നു പോയായിരുന്നു. റൗണ്ട് 2 നമ്മൾ പ്രതീക്ഷിച്ചത് ബ്ലൂ ടീമിൻ്റെ ഒരു കംബാക്ക് ആയിരുന്നു. പക്ഷെ അതിന് നിന്നു കൊടുക്കാൻ റെഡ് ടീം ഒരിക്കലും തയ്യാറായിരുന്നില്ല. ഈ റൗണ്ടിലും റെഡ് തന്നെയാണ് മെയിനായിട്ട് സ്കോർ ചെയ്തത്. അപ്പോഴാണ് കഥയിൽ ഒരു ട്വിസ്റ്റ്. ദേണ്ട ഒരുത്തൻ പിന്നീ കൂടെ വന്ന് സിലിണ്ടറൊക്കെ എടുത്ത് തലക്കടിക്കുന്നു. അതിനു പുറകെ അപ്പുറത്തുനിന്ന് ഒരുത്തൻ മേലേക്ക് ചാടി വീണു. ഇതെല്ലാം ബ്ലൂ ടീമിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ് കേട്ടോ. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞായിരുന്നില്ലേ ബ്ലൂ ടീം ബോക്സർ ആളിത്തിരി വില്ലനാണെന്ന്. പക്ഷെ അങ്ങനെ തങ്ങളുടെ താരത്തെ വിട്ടുകൊടുക്കാനായിട്ട് റെഡ് ടീമും തയ്യാറായിരുന്നില്ല. ആരാണ്ടൊക്കെയോ ഗാലറിയിൽ നിന്ന് ഇറങ്ങി വന്ന് ബ്ലൂ ടീമിൻ്റെ തലക്കടിച്ചിട്ട് പോയി. അങ്ങനെ ആകെ മൊത്തം ഒരു വയലൻസ്. ഇതിൻ്റെ ഇടയിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കൈവിടാതെ രണ്ടുപേരും വീണ്ടും ഏറ്റുമുട്ടുന്നു. പക്ഷേ ഇത്തവണ സിലിണ്ടർ കൊണ്ട് തലക്കടി കിട്ടിയ കാരണമാണോന്ന് അറിയില്ല, റെഡ് ചിമ്പാൻസി ഫ്ലാറ്റായി. ഷോ ഇവിടെ തീർന്നില്ല. പുതിയൊരു കഥാപാത്രത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അത്. കൊണ്ട് കിടക്കുന്ന ബോക്സറെ പരിശോധിക്കാനായിട്ട് ഒരു ഡോക്ടർ അവിടേക്ക് വരികയാണ്. ചില പ്രത്യേകതരം പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ കൺഫേം ചെയ്യുകയാണ് റെഡ് ടീമിന് ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന്. ഡോക്ടറുടെ കൺഫർമേഷനോടുകൂടി ആ കാര്യത്തിനൊരു തീരുമാനമായി. വിന്നർ ബ്ലൂ ടീം തന്നെ. വിന്നറുടെ വക ചെറിയ സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബോക്സിങ്ങിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു ടൈറ്റിൽ ബെൽറ്റും കൊടുത്തു. ചിമ്പാൻസി ബോക്സിംഗ് എന്നൊക്കെ കേട്ടപ്പോൾ ഞാനൊരു വയലൻസ് ഷോയാണ് പ്രതീക്ഷിച്ചത്. നിങ്ങൾക്കിഷ്ടമായോ ചിമ്പാൻസി ബോക്സിംഗ്? അഭിപ്രായം കമൻറ്റിൽ പറയണേ.